ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാളെ 3ാം ക്ലാസ്സിന് മാത്സ് ഓണപരീക്ഷയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ഭാഗം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് എടുത്ത ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു ആക്ടിവിറ്റിയാണ്, നമുക്ക് നോക്കാം. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, നമ്മുടെ റെക്റ്റാങ്കിളും സർക്കിളും പിന്നെ ഏതൊക്കെയാണ് ട്രയാങ്കിളും ഒക്കെയുള്ള ഒരു ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത് വായിക്കാം. ഹൗ മെനി സർക്കിൾസ് ആർ ദർ ഇൻ ദ ഫിഗർ? ഈ ഒരു ചിത്രത്തിൽ എത്ര സർക്കിൾസ് ഉണ്ട് എന്നാണ് മക്കളെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കൗണ്ട് ചെയ്താലോ? അപ്പോൾ ഞാനവിടെ പച്ച ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പച്ച ഡോട്ട്സൊക്കെ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര സർക്കിൾ ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ മക്കൾ എണ്ണുന്ന സർക്കിളിൻ്റെ നേരെയൊക്കെ ഒന്ന് 1 2 3 എന്ന് പറഞ്ഞ് എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 എത്ര സർക്കിൾസ് ആണുള്ളത്? 9 അല്ലേ, 9 വൃത്തങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് 9 എന്ന് എഴുതി കൊടുക്കാമല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കളർ ദ റെക്റ്റാങ്കിൾസ്. റെക്റ്റാങ്കിൾസ് കളർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളെ, റെക്റ്റാങ്കിൾസ് ആണ്. റെക്റ്റാങ്കിൾസിൻ്റെ 2 സൈഡ്സും എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ സ്ക്വയറും തന്നിട്ടുണ്ട്, റെക്റ്റാങ്കിൾസും ഉണ്ട്. താഴെ നിങ്ങൾ കണ്ടോ സ്ക്വയർ, ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ടും സ്ക്വയറാണ് കേട്ടോ. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇവിടെ നമ്മളോട് പറഞ്ഞ എന്താ, റെക്റ്റാങ്കിൾസ് എന്താക്കാനാണ്, കളർ ചെയ്യാനാണ്. അപ്പോൾ റെക്റ്റാങ്കിൾസ് ഏതൊക്കെയാണ് മക്കളെ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെക്റ്റാങ്കിൾസ് കളർ ചെയ്തിട്ട് എല്ലാവരും കൊടുക്കുക. ഞാനവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് റെക്റ്റാങ്കിൾസ്. റെക്റ്റാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും കേട്ടോ, അതാണ് റെക്റ്റാങ്കിൾസ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ, എല്ലാ ഭാഗവും ഒരേപോലെ ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഡ്രോ എ ഫിഗർ യു ലൈക്ക് യൂസിങ് സർക്കിൾസ്, ട്രയാങ്കിൾസ്, റെക്റ്റാങ്കിൾസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, സർക്കിൾസും ട്രയാങ്കിളും റെക്റ്റാങ്കിളും ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ഒരു സ്പോർട്സ് മീറ്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം തന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ആൻസർ ചെയ്യാനുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഡ്യൂറിങ് ദ സ്പോർട്സ് മീറ്റ് ഇൻ അത്തിക്കാവ് സ്കൂൾ 5 athletics participated in junior boys long jump. Each of them jumped the following distance. അപ്പോൾ സ്കൂളിലൊരു സ്പോർട്സ് മീറ്റ് നടന്നു. അപ്പോൾ ലോങ് ജമ്പാണ് നടത്തിയത്. അപ്പോൾ ഓരോ കാൻഡിഡേറ്റ്സും ഓരോ ആൾക്കാരും 5 പേരുണ്ടല്ലേ, 5 പേരും എത്ര ഡിസ്റ്റൻസിലാണ് ജമ്പ് ചെയ്തത് എന്നുള്ള ആ ഒരു കണക്കാണ് അവിടെ കൊടുത്തത്. അജ്മൽ 514 സെൻറ്റിമീറ്റർ, റെജി 298, ബിനു 487, ഷാജി 367, പ്രജീഷ് 339. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഹു ഗോട്ട് ദ ഫസ്റ്റ് പ്ലേസ്? ആർക്കാണ് ഫസ്റ്റ് പ്ലേസ് കിട്ടിയത്? ആർക്കാണ് മക്കളെ? ഈ നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആർക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അജ്മലിനാണ് ഫസ്റ്റ് കിട്ടിയത്, 514 സെൻറ്റിമീറ്റർ. ഇനി സെക്കൻഡ് ആർക്കാണ് കിട്ടിയ മക്കളെ? 514 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 487 ആണ്. ബിനുവിനാണ് സെക്കൻഡ് കിട്ടിയത്. അടുത്ത ചോദ്യം. ഹൂ ജംപ്ഡ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ്? ഏറ്റവും കുറച്ച് സെൻറ്റിമീറ്ററിൽ ചാടിയത് ആരാണ്? ഏറ്റവും കുറവ് ആർക്കാണ്? 298, രജിക്കാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഹൗ മച്ച് മോർ ഡിഡ് ദ ഫസ്റ്റ് പ്ലേസ് വിന്നർ ജംപ് ദാൻ സെക്കൻഡ് പ്ലേസ് വിന്നർ? അപ്പോൾ എത്ര കൂടുതൽ സെൻറ്റിമീറ്ററാണ് ഫസ്റ്റ് പ്ലേസ് വിന്നർ സെക്കൻഡ് പ്ലേസ് വിന്നറിനേക്കാളും ചാടിയത് അല്ലേ? എത്ര കൂടുതൽ ചാടിയിട്ടുണ്ട്? അപ്പോൾ ഫസ്റ്റ് പ്ലേസ് എത്രയായിരുന്നു? 514. സെക്കൻഡ് പ്ലേസ് എത്രയായിരുന്നു? 487. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് പ്ലേസ് വിന്നർ അജ്മൽ 514 സെൻറ്റിമീറ്ററാണ് ചാടിയത്. സെക്കൻഡ് പ്ലേസ് വിന്നർ എത്രയായിരുന്നു? 487. അപ്പോൾ എത്ര കൂടുതൽ ചാടി, എത്ര സെൻറ്റിമീറ്റർ കൂടുതൽ ചാടിയെന്ന് നമുക്ക് അറിയണമെങ്കിൽ 514 487 മൈനസ് ചെയ്താൽ മതി. 27 സെൻറ്റിമീറ്ററാണ് കിട്ടിയത്. അറേഞ്ച് ദ ഡിസ്റ്റൻസസ് ഇൻ ദ ബോക്സസ് ഫ്രം ദ ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്. അപ്പോൾ ബിഗ് നിന്ന് സ്മോളിലേക്ക് അത് അറേഞ്ച് ചെയ്യാം. അപ്പോൾ താഴെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 514, 514, 487, 367, 339 ആൻഡ് 298. അപ്പോൾ ഇതെന്താണ്? ബിഗ്ഗസ്റ്റ് ടു സ്മോൾ ആണ്. നമുക്ക് ചിലപ്പം സ്മോൾ ടു ബിഗും ചോദിക്കാം. അടുത്ത് നോക്കാം. ലെറ്റ്സ് കംപ്ലീറ്റ് ദ ബോക്സസ് ആണ്. അവിടെ ഒരു ബോക്സിൽ ഒരുപാട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ നമ്പേഴ്സൊക്കെ മക്കൾ ശ്രദ്ധിക്കൂ. ഇനി ചോദ്യം എന്താണ്? കംപ്ലീറ്റ് ദ പാറ്റേൺ ഗിവൺ ബിലോ യൂസിങ് ദ നമ്പേഴ്സ് ഗിവൺ എബോവ്. മുകളിലുള്ള നമ്പേഴ്സ് ഉപയോഗിച്ച് ഈ പാറ്റേൺ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ എന്താണ് 410 കഴിഞ്ഞിട്ട് പിന്നെ നമ്പേഴ്സ് ഒന്നുമില്ല, പിന്നെ 430 ആണുള്ളത്, പിന്നെ നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്കറിയാം ഇതെങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടതെന്നല്ലേ. 10 കഴിഞ്ഞാൽ 20 ആണ്, അപ്പോൾ 410, 20, 430, 440, 450 എന്ന് പറഞ്ഞ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത എന്താണ് 950, 850 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 750, 650, 550 കേട്ടോ. ഇനി അടുത്ത നമുക്ക് ഇഷ്ടമുള്ള പോലുള്ള പാറ്റേൺ ഉണ്ടാക്കാം മുകളിലുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട്. ഞാൻ 100, 200, 300, 400, 500 ഇങ്ങനെയാണ് ചെയ്തത്. ഇനി കംപ്ലീറ്റ് ചെയ്ത എം ടി ബോക്സസ്. അപ്പോൾ ഒരു സെൻറ്ററിൽ 140 തന്നിട്ടുണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. 140 കഴിഞ്ഞാൽ 130, 120 ഉണ്ട് അവിടെ, 110. ഇനി മുകളിലേക്കാണെങ്കിൽ 140, 135, 130, 125. ഇനി എന്തോ 150, 160, 170. താഴേക്ക് അതേപോലെ തന്നെ 145, 150, 155. അപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതേപോലെ മക്കൾ നോട്ടിൽ വരച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ നമ്പർ വെച്ച് ചെയ്യുന്നതിലും പാറ്റേൺ കംപ്ലീറ്റ് ആക്കാനും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നടുവിൽ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് 457, 457. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളില്ലേ 3 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. -1s എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ എത്ര വൺസ് ഉണ്ട് മക്കളെ? 457 വൺസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് അതേപോലെ എഴുതി കൊടുത്തൂടെ 457 വൺസ് എന്ന്. ഇനി നമുക്ക് എത്ര 100 ഉണ്ട്, എത്ര 10s ഉണ്ട്, എത്ര വൺസ് ഉണ്ട് നോക്കിയാലോ. 4 100s ഉണ്ട്, 5 10s ഉണ്ട്, 7 1s ഉണ്ട്. എളുപ്പമല്ലേ 457. ഇനി ഇതിൽ എത്ര 10s ഉണ്ട്, എത്ര 1s ഉണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇനി ഇതിൽ എത്ര 10s ഉണ്ട് നോക്കൂ മക്കളെ. 45 10s ആണ് ഇതിലുള്ളത്. 45 10s = 450. അപ്പോൾ എത്ര 10s ഉണ്ട് ചോദിച്ചാൽ മക്കൾ എന്ത് എഴുതിയേക്കാം? 45 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ 45 10സും എത്ര വൺസ് ഉണ്ട്? 7 വൺസും. അപ്പോൾ ഇതുപോലെ നമ്പർ മാറ്റിയിട്ട് മക്കളൊന്നുകൂടി ചെയ്ത് നോക്ക്. നമുക്കിത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ നമ്പർ കാർഡ്സ് ഗിവൺ. ഇവിടെ കുറച്ച് നമ്പർ കാർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. വിച്ച് 3 cards will form 1000? Which one did Rashi and Vavi choose? Write them in the boxes. അപ്പോൾ റാഷിക്കും വാവിക്കും 1000 ആണ് വേണ്ടത്, 1000 ആണ് വേണ്ടത്. അപ്പോൾ അവർക്ക് 3 കാർഡ്സ് വെച്ച് എടുക്കുകയും വേണം. അപ്പോൾ ആദ്യം നമുക്ക് റാഷി നോക്കാം. റാഷി ഏതൊക്കെ കാർഡ്സ് എടുത്താലാണ് 1000 ആക്കാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 500 എടുക്കാം, പിന്നെ നമുക്ക് എന്താ ഒരു 300 എടുക്കാം. അപ്പോൾ ടോട്ടൽ 800 ആയി. പ്ലസ് ഒരു 200 എടുത്താൽ നമുക്ക് 1000 ആക്കാം. മനസ്സിലായോ? 500 + 300 800 ആണ്. 800ഓട് 200ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 1000 കിട്ടും. ഇനി വാവി എങ്ങനെയാണ് സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. വാവി ആദ്യം ഒരു 400ൻ്റെ കാർഡ്സ് എടുത്തു, പിന്നെ 450ൻ്റെ കാർഡാണ് എടുത്തത്. അപ്പോൾ ടോട്ടൽ എത്രയും മക്കളെ? 400 + 450 850. 850ഓട് ഒരു 150 കൂടി ആഡ് ചെയ്താൽ എന്തായി? 1000 ആയി. ഇനി ഇതല്ലാതെ വേറെ വേസിലും കണ്ടുപിടിക്കാം. അപ്പം നിങ്ങൾക്ക് എളുപ്പമുള്ളതിൽ കണ്ടുപിടിക്കുക, പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. കീപ്പ് വാച്ചിങ്.